അല്ല, ഈ നേരത്തെ പ്രിയപ്പെട്ട രണ്ട് പേര് പറഞ്ഞതിനോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. മാത്രമല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമുണ്ട്. അത് അവരുടെ സമയത്ത് പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷക്കാലം ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ 102 സീറ്റുകൾ. സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ നിന്ന് നമ്മുടെ നാടിനൊരു മോചനവും അവരെടുത്തിട്ടുള്ള സമീപനങ്ങളിൽ വ്യത്യസ്തമായി ജനോപകാരപ്രദമായ കാര്യങ്ങളുമാണ്. അതിലേറ്റവും പ്രധാനമാണ് പുതിയ തലമുറയെ രക്ഷിച്ചെടുക്കാൻ, ലഹരി മാഫിയകളിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള തൂഫാൻ പോലെയുള്ള പോരാട്ടങ്ങൾ. ഒരു സർക്കാർ ആരംഭിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഉടനെ തന്നെ 1 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നമ്മുടെ UDF ഗവൺമെൻറ് നടപ്പിലാക്കി. അതേപോലെ തന്നെ കേരളത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി. എന്നാൽ നിങ്ങൾ നോക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3000 രൂപ പെൻഷനാക്കുമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. അവർ പോകുന്നതിൻ്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചെറിയ വർധന വരുത്തിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വേണമെങ്കിൽ VD സതീശൻ്റെ സർക്കാരിനും ആകാമായിരുന്നു. പ്രഖ്യാപനങ്ങൾ ആളുകളെ പറ്റിച്ച് കാലങ്ങളെല്ലാം നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന രീതി നടപ്പിലാക്കാമായിരുന്നു. ഇപ്പോൾ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്.